ശ്രീമതി സുജാ സൂസൻ ജോർജ് പറഞ്ഞ സൂര്യനെല്ലി വിഷയത്തിൽ VS ഇടപെട്ട വിഷയം വേറെ ആർക്കും അറിയില്ല, അതായത് പൊതുസമൂഹത്തിന് അറിയില്ല. ഇപ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം കേൾക്കുന്നത്. ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇന്ന് ഞാൻ ചാൾസ് ജോർജിനോട് സംസാരിച്ചപ്പോൾ, VSനെ കാണാൻ വന്ന വേളയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എറണാകുളത്ത് കന്യാസ്ത്രീ സമരം നടന്ന സമയത്ത് ബിഷപ്പിന്റെ ലൈംഗിക ദുഷ്കൃത്യങ്ങൾക്കെതിരെ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് VSനെ കാണാൻ പോയി. അപ്പോൾ VS അന്ന് 96 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ആവതുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരുന്നേനെ എന്നുള്ളതാണ്. എത്രയോ കേസുകൾ VS ഇതുപോലെയുള്ള എല്ലാ ചൂഷിതർക്കുമെതിരെ എടുത്തിരുന്ന നിലപാടുകൾ, നടപടികൾ, അക്കാര്യത്തിൽ വേറെ എന്തൊക്കെ സമ്മർദ്ദങ്ങൾ വന്നാലും അദ്ദേഹം അടിയുറച്ച് നിൽക്കുകയും ചെയ്തിരുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ VS സ്വീകാര്യനായി മാറുന്നതെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുമ്പോഴും ഇപ്പോഴും? തീർച്ചയായിട്ടും സഖാവ് സുജാ സൂസൻ ജോർജ് പറഞ്ഞത് ഒരുപക്ഷെ എനിക്കും സഖാവിനും സുജാ സൂസൻ ജോർജിനും VSനും മാത്രം അറിയാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൂര്യനെല്ലി പെൺകുട്ടി ഇപ്പോഴും മീൻസ് VSൻ സജീവമാവുന്ന സമയത്ത് വരെ ആശ്രയിച്ച ഒരു കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് സഖാവ് VS ആണ്. സഖാവ് തന്നെയാണ് VSൻ്റെ മുമ്പിലേക്ക് ആ കുട്ടിയെയും അമ്മയും കൊണ്ടുവരുന്നത്. അതിനുശേഷം ഒരുപാട് ഇടപെടലുകൾ VS നടത്തിയിട്ടുണ്ട്, രഹസ്യമായിട്ടും കേസ് നടത്താനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ VS അതിൽ ഇടപെട്ടിട്ടുണ്ട്. വയലത്തൂർ കേസിൽ ആ പെൺകുട്ടി വളരെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിയെ ഗീത ടീച്ചർ കൊണ്ടുവരുമ്പോൾ VS വളരെ ഭയങ്കര വിഷമമായി. ഒരു ചെറുമോൾക്ക് പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ ആ ഒരു അപകടം എന്ന നിലയ്ക്കാണ് ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും ഒരു മുത്തച്ഛനെ പോലെ വാത്സല്യത്തോട് ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ വിതുര കേസിലെ പെൺകുട്ടി VSനെ ആശ്രയിക്കുകയാണ്. സുഗതകുമാരി ടീച്ചറാണ് ആ കൊച്ചിനെ നമ്മുടെ ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നത്. ആ കുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുത്തത് സഖാവ് VS ആണ്. അത് സുഗതകുമാരി ടീച്ചർ എത്രയോ വിഷയങ്ങൾ VSനെ കൊണ്ട് ഇടപെടിപ്പിക്കുന്നു. പരിസ്ഥിതി വിഷയങ്ങളായാലും സ്ത്രീപക്ഷ വിഷയങ്ങളായാലും അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാകുമ്പോൾ ആശ്രയിക്കാവുന്ന ഒരു അത്താണി എന്ന് പറയുന്നത് VS ആയിരുന്നു എല്ലാവർക്കും. അതിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തറിയാത്ത കാര്യങ്ങളുണ്ട്. VS അങ്ങനെ പ്രകടനപരമായിട്ട് എക്സിബിഷനിസ്റ്റായിട്ട് ഒരു കാര്യം ചെയ്താൽ അത് പുറത്തു പറയുന്ന ആളല്ല VS. ഇത്തരം കാര്യങ്ങൾ വളരെ രഹസ്യമായി വളരെ തന്മയത്വത്തോടുകൂടി ചെയ്യുന്ന ഒരു നേതാവായിട്ടാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ നേരത്തെ വേണുഗോപാൽ സാർ പറഞ്ഞതുപോലെ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇടപെടുക. അതിൽ കാര്യമുണ്ടെങ്കിൽ ഏതൊരു ചെറിയ ആൾ വന്ന് മുമ്പിലിരുന്ന് പറഞ്ഞാലും അതിൽ കാര്യമുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നുള്ളത് ഉറപ്പാണ്. അത് വലിപ്പ ചെറുപ്പം നോക്കിയല്ല അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തെ ആശ്രയിക്കുക. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിറഞ്ഞു കവിഞ്ഞ സന്ദർശകരായിരുന്നു. അത്രത്തോളം ക്യൂ നിന്ന് ആളുകളെ മുഴുവൻ കണ്ട് അവരുടെ പരാതികൾ കേട്ട്, അതൊരു പക്ഷേ മനുഷ്യസാധ്യമല്ല. VSൻ്റെ പ്രായം ആലോചിക്കണം. പ്രായം മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിക്ക് 100,000 ഫയലുകൾ ഒപ്പിടാനുണ്ടാവും, മറ്റു വിഷയങ്ങൾ ഇടപെടാനുണ്ടാവും, പരിപാടികൾക്ക് പോകാനുണ്ടാവും. എന്നിട്ട് പോലും വൈകുന്നേരങ്ങളിൽ അഭിലാഷണൊക്കെ അറിയുമായിരിക്കും മുഖ്യമന്ത്രി ഓഫീസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത്ര നിറഞ്ഞു കവിഞ്ഞ ഓഫീസായിരുന്നു. ആ വിഷയങ്ങൾ ഇപ്പോൾ പെറ്റീഷൻ, ഇപ്പോൾ ഞാനാണ് യാത്രകളിൽ മുഴുവൻ സമയം കൂടെ പോകുന്നത്. 100 കണക്കിന് പെറ്റീഷൻസാണ്. അവർക്കൊന്ന് VSനെ കണ്ടാൽ മതി. ആ പെറ്റീഷനൊന്ന് VS കൈകൊണ്ട് വാങ്ങിയാൽ മതി. അതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ വരുന്ന ആളുകളായാലും ശരി, മുഖ്യമന്ത്രി ഓഫീസിൽ വരുന്ന ആളുകളായാലും ശരി, പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ വരുന്ന ആളുകളായാലും ശരി, അവർക്കൊക്കെ VS ഒന്ന് കണ്ടാൽ മതി. നമ്മൾക്ക് ഈ നാട്ടിൻപുറത്തൊരു ഒരു ഇതുണ്ട്, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഗുളികയൊന്നും തരണ്ട, പക്ഷെ നമ്മുടെ രോഗം മാറിക്കിട്ടും. അത് കണക്കെയാണ് VSൻ്റെ അടുത്ത് ആളുകൾ വരുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.